ഹലോ, അസ്സലാമു അലൈക്കും. ആ അസ്സലാം. ഉസ്താദെ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കണേ. ആ പിന്നെ ദാറുലുദ്ദീന്റെ ഓഫ് ക്യാമ്പസിലെ ഉസ്താദല്ലേ? ആ എന്തോ ഒരു വിവാദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചാ, ആ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടേ. എന്താണ്? എന്താ ഒന്നിപ്പോ തങ്ങൾ ഉസ്താദിന്റെ യാത്ര ഉണ്ടാവുന്നല്ലോ അവിടെ ആ തിരുവനന്തപുരത്ത്. ആ അപ്പൊ അവർക്ക് ക്യാമ്പസിൽ നിന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആ ആദ്യം 200 പേരെ വിടാന്ന് പറഞ്ഞു, ഇത്ര എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ആ അറിയാൻ വേണ്ടിട്ട്. ആ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്താ അത് അങ്ങനെ പോലെ? ഇല്ല, കുട്ടികളെ പോയിട്ടില്ല, കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മളെ മാനേജ്മെന്റ് ഒക്കെ പങ്കെടുക്കേണ്ട തീരുമാനിച്ചു, നമ്മൾ പോയതില്ല. ദാറുലുദ്ദ ഇവിടുന്ന യൂണിവേഴ്സിറ്റിയോ? അതെ. ഔദ്യോഗികം അറിയിച്ചിട്ടുണ്ടോ അതോ എന്ത്? അവിടെ എന്താ തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ പങ്കെടുക്കണ്ടെന്ന്? അതെ, ഉണ്ട്. ഔദ്യോഗികമായിട്ട് ഞാൻ ചോദിക്കുന്ന വെച്ചാല് മറ്റേ ലെറ്റർ പേഡ് മുഖാന്തരം അതോ ഫോൺ വിളിച്ച് അറിയിച്ചാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ആ ബൈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിന്. അതെന്താ അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ എന്തേലും പറഞ്ഞോ? കാരണം പറഞ്ഞോ? നമ്മള് ഇവിടെ നിലവിലെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് അങ്ങനെ തീരുമാനിച്ചു, പ്രിൻസിപ്പൾ മാനേജ്മെന്റ് ഒക്കെ. ശരി. അല്ല, അബ്ബാസ് അലി തങ്ങള് പങ്കെടുക്കാത്തോണ്ടാണ് എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല അല്ലേ? അല്ല, അബ്ബാസ് തങ്ങൾ പങ്കെടുത്തില്ല, സാദിഖലി ഞങ്ങൾ പങ്കെടുത്തില്ല എന്നൊക്കെ അതിനേക്കാളേറെ നിലവിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ തീരുമാനിച്ചു. ദാറുലുദ്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെമ്മാട് നിന്നാണ് വിവരം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? ഓഫ് ക്യാമ്പസ് ആണ് കമ്മിറ്റിയുടെ, നമ്മളെ ഓഫ് ക്യാമ്പസ് ആണ് ദാറുലുദ്ദയുടെ. അല്ല, അവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇങ്ങനെ പങ്കെടുക്കണ്ടെന്നുള്ളത്? അതെ, ഓഫ് ക്യാമ്പസ് ആണ്. ഓഫ് ക്യാമ്പസിന്റെ തീരുമാനമൊക്കെ മേലെന്ന് പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്, ആയിക്കോട്ടെ. ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. സമസ്തയുടെ സ്ഥാപനം എന്ന് പരിചയപ്പെടുത്തുന്ന ദാറുൽ ഹുദ അതിൻ്റെ ഓഫ് ക്യാമ്പസുകളിലേക്ക് സമസ്ത വിരുദ്ധത പാർസലായി അയക്കുന്നതിൻ്റെ നേർചിത്രമാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ ഫോൺ കാളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിളിച്ചത് ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അത് പുറത്തു വിട്ടതും അദ്ദേഹം തന്നെയാണ്. അതാണ് ഇതിലേറ്റവും വലിയ ട്വിസ്റ്റ്. മാത്രമല്ല, ഇതിൽ അദ്ദേഹം വ്യക്തമായി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കാത്തത് കൊണ്ടാണോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരുടെ മറുപടി വളരെ കൃത്യമാണ്. തങ്ങന്മാർ പങ്കെടുത്തില്ലേ എന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പങ്കെടുക്കാത്തത് നേരിട്ട് കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന, സയ്യിദുൽ ഉലമ നയിക്കുന്ന സന്ദേശയാത്രയോട് പുറം തിരിഞ്ഞ് നിൽക്കാൻ വളർന്നു വരുന്ന സമസ്തയെ സ്നേഹിക്കുന്ന സമസ്ത കുടുംബങ്ങളിൽ നിന്ന് സമസ്തയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്ത വിദ്യാർത്ഥികളെ എങ്ങനെ സമസ്ത വിരുദ്ധരാക്കി മാറ്റാം എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ പ്രാക്ടിക്കൽ രീതിയാണ് ഇവിടെ ഈ ബഹുമാനപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ കുട്ടികളെ സമസ്ത വിരുദ്ധരാക്കാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കണോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങൾ നിർത്തണോ എന്നുള്ളത് രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടതാണ്. നിരന്തരമായി ഈ കാര്യം നമ്മൾ ബോധവൽക്കരിക്കുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നാളെ നിങ്ങളുടെ മക്കൾ കൈവിട്ടു പോയാൽ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് വല്ല ഉപകാരവും ചെയ്യണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഉസ്താദുമാരുടെ കീഴിൽ പഠിപ്പിച്ചിരിക്കണം. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലായിക്കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയിരിക്കണം. അല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത്, ഇന്ന് ഒരു ഹുദവി എനിക്ക് വിളിച്ച് വളരെ ദീർഘനേരം സംസാരിച്ചു.
ആ ഹുദവിയുടെ പേര് പറഞ്ഞാലും സ്ഥലം പറഞ്ഞാലും ഒന്നും വിഷയമില്ല എന്ന് ആ ഹുദവി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ബഹാവുദ്ദീൻ നദ്വിയുടെ കാര്യമാണ്. എന്തുകൊണ്ട് സമസ്ത അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? മുസ്തഫൽ ഫൈസിക്കെതിരെ ആക്ഷൻ എടുത്തു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ആരോടാണ് ഞങ്ങളിത് പറയേണ്ടത് എന്ന് ചോദിക്കുന്നത് സാധാരണക്കാരായ ആളുകളല്ല, വൈപോക്കരല്ല, മറ്റുള്ള സമസ്തയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകന്മാരല്ല. അവരെക്കാൾ ഇതിന് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. സമസ്തയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ഉസ്താദിനോടുള്ള ആദരവോ ബഹുമതിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർക്കൊരു ആദർശ പ്രസ്ഥാനമുണ്ട്, ഒരു ആദർശമുണ്ട്. അതിന് അടിയറവ് വെച്ചുകൊണ്ട് ഒരു ഉസ്താദിനെയും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഇതാണ് മഹാനായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്. തൻ്റെ ആശയങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ നിലപാട് എടുത്ത സ്വന്തം ഉസ്താദിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഹ്ലുസുന്നത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹുദവിമാരെ, ഞാനീ പറയുന്നത് ഒരു നസീഹത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഉപദേശിക്കാനൊന്നും ഞാൻ അർഹനല്ല. നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല, നിങ്ങൾക്കറിയാലോ. പക്ഷേ ഇനിയും നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വൈകിയാൽ, നിങ്ങൾ ഇതിന് മൗനസമ്മതം നൽകിയാൽ, നിങ്ങൾ ഇതിന് ചൂട്ടുപിടിച്ചു കൊടുത്താൽ, ഭാവിയിൽ ദുരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഏറ്റവും ബാധിക്കുക നിങ്ങളെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പൊതുജനങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ വഴി തെറ്റിയവർക്കൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ തെറ്റിയ വഴിയിലാണ് എന്ന്. ഞങ്ങളിപ്പോൾ യഥാർത്ഥ പാതയിലാണ് എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശ പാതയിൽ നിന്ന് വഴിതെറ്റിയ ആളുകളുണ്ടല്ലോ. ഇവിടെ സമസ്ത സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് വഴിതെറ്റിയ പല ആളുകളുണ്ട്. പല ത്വരീഖത്തുകാരുണ്ട്, പല ബിദഈ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ യഥാർത്ഥ റൂട്ടിലാണ് എന്നാണ് അവരുടെ അവകാശവാദം. അവർ വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. ഇതേപോലെ വഴിതെറ്റുമ്പോൾ നമ്മൾ അറിയുന്നില്ല സമസ്തയുടെ യഥാർത്ഥ വഴിയിൽ നിന്ന് നമ്മൾ തെറ്റുന്നുണ്ട് എന്ന്. പക്ഷേ ആ നിങ്ങളെ വഴിതെറ്റിക്കുന്നത് ഒന്നോ രണ്ടോ ആളുകളായിരിക്കാം, അവരുടെ പ്രസംഗങ്ങളായിരിക്കാം. പക്ഷേ നമ്മളവിടെ നോക്കണം, അലൈക്കും ബിൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും സംഘത്തോടു കൂടെ നിൽക്കുക. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ എപ്പോഴും സംഘത്തോടു കൂടെ നിൽക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ട സംഘത്തിലേക്ക് പോകരുത്. മൻ ശുദ്ധ ഫിന്നാർ, ആരെങ്കിലും തനിച്ചാൽ അവൻ നരകത്തിൽ തനിപ്പിക്കപ്പെടും. ഇപ്പം നിങ്ങൾ നോക്ക്, ഇതിൽ നിന്നൊക്കെ വഴിതെറ്റിക്കുന്ന ന്യൂനപക്ഷം ആളുകൾ, അവർ പ്രത്യേക ചില വാദഗതികളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ സംഘശക്തി, ആ ശക്തിക്ക് കോട്ട പോലെ ഭദ്രത നൽകാൻ ഇവിടുത്തെ മഹാജനവ്യൂഹം തന്നെ സമസ്തയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. മാത്രമല്ല സമസ്ത മുഷാവറ ഒരൊറ്റ റൂട്ടിലാണ്, ഒരൊറ്റ അഭിപ്രായത്തിലാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ചില കോടാലി കൈകൾ, അവരുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ റൂട്ട് തെറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തിരിച്ചു കയറാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും റൂട്ട് തെറ്റി എന്ന് പറഞ്ഞു തരാൻ മറ്റൊരാൾ ഉണ്ടാവുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടാനും സാധിക്കില്ല. അപ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശിക്കുന്ന ആളുകൾ, നേതൃത്വത്തെ അംഗീകരിക്കാത്ത ആളുകൾ, ഈ സംഘശക്തിയുടെ മുന്നേറ്റവുമായി സഹകരിക്കാത്ത ആളുകൾ, ഇതിൻ്റെ സ്വീകാര്യതയിൽ അസൂയ വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാമുകളുമായിട്ട്, സമ്മേളനങ്ങളുമായിട്ട്, അതിൻ്റെ സന്ദേശജാഥകളുമായിട്ടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ സത്യത്തിനോടും നീതിയോടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോടും ഈ മഹത്തായ സംഘശക്തിയോടുമാണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൽബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.